അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളിന്നൊരു സ്ഥലത്തേക്ക് പോവാണ്. എവിടെയാണെന്ന് വെച്ചാൽ ഞാനും അപ്പനും അമ്മയും ആച്ചിയും കൂടെ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ പള്ളിപ്പുറം പള്ളിയിൽ പെരുന്നാൾ നടക്കുവാണ്. അപ്പോൾ നമ്മൾ ആ പെരുന്നാളൊക്കെ കൂടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ പ്രദക്ഷിണമൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ രൂപമൊക്കെ കണ്ട് നമ്മൾ നേരെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്ന് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി നോക്കുവാണ്. അങ്ങനെ പള്ളിയിൽ കയറുന്നതിന് മുമ്പ് ഒരുപാട് ലൈറ്റും പിന്നെ മാധവൻ്റെ ഒരു കുരിശടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ പള്ളിയിലേക്ക് നടന്നു. അപ്പോൾ പള്ളിയുടെ വാതിക്കയിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ഭയങ്കര ലൈറ്റും കാര്യങ്ങളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അതിനുശേഷം ഞാനൊരു വേറൊരു സാധനം കാണിച്ചിരുന്നു നിങ്ങൾക്ക്. അവിടെ നമ്മുടെ പിതാവായ ദൈവവും ഈശോയും കൂടെ മാതാവിന് ഒരു കിരീടം വെച്ച് കൊടുക്കുന്ന ഒരു ഗ്രോട്ടോ ഉണ്ട്. അത് കാണാൻ നല്ല രസമാണ്. അതിനുശേഷം നമ്മൾ നേർച്ചയൊക്കെ ഇടുന്ന കാര്യത്തിലൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ നേർച്ചയൊക്കെ ഇട്ടിട്ട് പള്ളിയുടെ അകത്ത് കയറി അൽത്താരും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ആദ്യമായിട്ടാണ് അൽത്താരയൊക്കെ കാണുന്നത് ഇതിൻ്റെ അകത്ത്. ഈ പള്ളിയിൽ അവർ പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി പുറകോട്ട് നടന്നു. അവിടെ പുരാതന ശിലാലിഖിതങ്ങൾ എന്നും പറഞ്ഞ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ കണ്ടു. അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് മലയാളമൊന്നും അല്ല, നമുക്ക് മനസ്സിലാകത്തില്ല ഗൈസ്. അതിനുശേഷം നമ്മളിത് അവിടെ റോഡേ ഇറങ്ങി പുറകോട്ട് ഇങ്ങനെ നടന്നു. അവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഇങ്ങനെ മുമ്പോട്ട് നടക്കുവാണ്. അപ്പോൾ ഇത് പ്രദക്ഷിണമൊക്കെ വന്നു. നമ്മളതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്നു. ആദ്യമേ കൊടി, പിന്നെ ചെണ്ടക്കാർ, അത് കഴിഞ്ഞിട്ട് മുത്തുക്കുടയും പിടിച്ച ഓരോ ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തു ഗൈസ്. മഴ പെയ്തപ്പോഴേക്കും നമ്മളൊരു വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ കയറി എല്ലാവരും കൂടെ നിന്നു. അതിനുശേഷം മഴ കഴിഞ്ഞ് ഇറങ്ങി. ഇവിടെ ഒരു തോമാസ് ലീഹയുടെ ചെറിയൊരു ചാപ്പലുണ്ട് ഗൈസ് ഇവിടെ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് നേരെ ഫ്രണ്ടിലേക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു അർത്തിങ്കപ്പള്ളി വരുന്നൊരു ഫീൽ കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് നേരെ തിരിച്ച് നടന്നു പോകണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ എനിക്ക് ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളി വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു നല്ല വീഡിയോ ഇട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.